ലൈവിൽ ഇപ്പൊ അൻസിബയും ജിൻഡോയും തമ്മിൽ ചെറിയ രീതിയിലൊരു കോൺവെർസേഷൻ ഉണ്ടായി. അതില് ജിൻഡോ പറയുന്നുണ്ട്, ഇന്നലെ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാൻ തകർന്നിരിക്കുമ്പോ എന്റെ കൂടെ ആരെയും നിൽക്കുന്നത് കണ്ടോ? എനിക്ക് ഈ വീട്ടില് അത്രയ്ക്ക് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഇല്ല. പിന്നെ ഒന്ന് പോ ജിൻഡപ്പ, ഞങ്ങളൊക്കെ പിന്നെ ആരാണ്, ക്ലോസ് ഫ്രണ്ട്സ് തന്നെയല്ലേ, ഞങ്ങൾ ജിൻഡപ്പനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ, വേറെ രീതിയിലൊന്നും കണ്ടിട്ടില്ല എന്ന് അൻസിബ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ വേറുള്ളവരുടെ സ്പേസിലേക്ക് ഇടിച്ചു കയറുന്ന ഒരാളൊന്നും അല്ല. അതുകൊണ്ട് എന്നോട് സൗഹൃദം കാണിക്കുന്നവരോട് മാത്രമേ ഞാൻ തിരിച്ചു കാണിച്ചിട്ടുള്ളൂ. അതാണ് എന്റെ ക്യാരക്ടർ എന്ന രീതിയിലൊക്കെ ജിൻഡോ പറയുന്നുണ്ട്. ഇന്നലെ ആ വീഡിയോ കാണിച്ചപ്പോ പോലെ തുടങ്ങിയതാണ് കേട്ടോ ഈ പുള്ളി ഒരുമാതിരി പിള്ളേരെ പോലെ നിന്ന് കരയുന്ന പലരോടും. ഹൗസിനകത്തെ സപ്പോർട്ട് അല്ലല്ലോ വിജയിയെ തീരുമാനിക്കുന്നത്, പുറത്തുള്ള സപ്പോർട്ടല്ലേ. അതാണല്ലോ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ. ഇന്നലെ രാത്രി ജയദീപ് മാറി കഴിഞ്ഞിട്ട് രതീഷിനോട് വളരെ ഇമോഷണൽ ആയിട്ട് ഇതിന്റെ വിഷമം പറയുന്നുണ്ടായിരുന്നു. എനിക്കിവിടെ ആരും ഇല്ലായിരുന്നു, ചങ്ക് പൊട്ടിയിട്ടുണ്ട്, മോർണിംഗ് ടാസ്കിലൊക്കെ പലതും പറയുമ്പം. ഇപ്പൊ അൻസിബയോടും ഇങ്ങനെ വിഷമം പറയുന്നത് കേട്ടു. അൻസിബയൊക്കെ കേട്ട് തമാശയാക്കി വിടുന്നതാണ് കണ്ടത്. രതീഷ് ഇന്നലെ കേട്ടിരിക്കുന്നത് കണ്ടു കേട്ടോ. എന്തായാലും ഇതൊക്കെയാണ് ലൈവിനകത്ത് ജിൻഡോയുടെ വിഷമം പറിച്ചിട്ട് പിന്നെ വേറെ പലരും ഗെയിമിനെ കുറിച്ചും പലതും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതും. ഇന്ന് രാത്രി 8:30 വരെ ലൈവ് കാണുകയുള്ളൂ എന്ന് ആണ് ഞാൻ അറിഞ്ഞത്. 5 പേരും കൂടി ഹൗസിലേക്ക് റീ എൻട്രി നടത്താനായിട്ടുണ്ട്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവരുടെ എല്ലാം എൻട്രി പ്രതീക്ഷിക്കാം. നന്ദനയും ആങ്ങളമാരും അവരാണ് ഇതിൻ്റെ അത് മെയിൻ ആയിട്ട് വരാൻ പോകുന്നത്. പിന്നെ ശ്രീതു വരാനുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.